ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അരിത ബാബു പറഞ്ഞു. മരിച്ച കായംകുളം സ്വദേശിയുടെ വീട്ടിലെത്തിയതാണ് അരിത ബാബു. ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിൽ ആശുപത്രിയുടെ വീഴ്ചയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു പറഞ്ഞു. ഏറ്റവും വലിയ ആരോഗ്യ മേഖലയിലെ വലിയൊരു ഗുരുതരമായ മരണം സംഭവിച്ച വീട്ടിലാണ് ഇന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ട മജീദിക്ക. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ഡയാലിസിസിന് പോവുകയും തിരികെ വരികയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട മജീദിക്കയുടെ മരണം, ആ മരണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അറിയാൻ കഴിയുന്നത് താലൂക്ക് ആശുപത്രിയിലെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വലിയ അനാസ്ഥ മൂലമുണ്ടായ അണുബാധയിൽ നിന്നാണ് മജീദിക്കയ്ക്ക് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആഴ്ചയിൽ 3 ദിവസമാണ് അദ്ദേഹം ഡയാലിസിസിന് വേണ്ടിയിട്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. 3 ദിവസവും ഡയാലിസിസിന് ഇവിടെ നിന്ന് സ്വന്തമായി ഓട്ടോ ഓടിച്ചു പോകുന്ന മനുഷ്യൻ ലാസ്റ്റ് ഡയാലിസിസിന് ചെന്നപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്നും പറഞ്ഞിട്ട് വണ്ടാനത്തേക്ക് അയക്കണമെന്ന് വീട്ടുകാരെ വിളിച്ചു പറയുന്നു. ഇവിടെ നിന്ന് 2 പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്. ഭാര്യ മരണപ്പെട്ടിട്ട് 6-7 വർഷമാവുകയും ചെയ്യുന്നു. അപ്പോൾ കുടുംബം അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഹോസ്പിറ്റലിൻ്റെ അധികൃതർ അവർക്കുണ്ടായ വീഴ്ച മറയ്ക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല, അദ്ദേഹത്തെ ഒരു ബൈസ്റ്റാൻഡർ അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് വണ്ടാനത്തേക്ക് ആംബുലൻസിൽ കയറ്റി വിട്ടു എന്നൊരു കുടുംബം പറയുമ്പോൾ അത് ആ താലൂക്ക് ആശുപത്രിയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അനാസ്ഥയെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് നമ്മൾ എല്ലാവരും ഈ നാട് ഒന്നായിട്ട് പറയുന്നുണ്ട്. കാരണം ഇനിയും ഒരു ജീവൻ പൊലിയുക എന്ന് പറയുന്നത് നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയുകയില്ല. കാരണം അത്രമേലെ മോശമായ അവസ്ഥയിൽ കൂടിയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആരോഗ്യ മേഖല പോലും വെന്റിലേറ്ററിലായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവറുകളുടെ മണ്ഡലത്തിലെ ഹോസ്പിറ്റലാണ്. ഇന്ന് രാവിലെ തന്നെ കൃത്യമായി ഇങ്ങനെ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ട് അതിൻ്റെ അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ തേടണമെന്നും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുണ്ടായ പിഴവാണ് എങ്കിൽ ആ പിഴവിന് ഈ ഗവൺമെൻറ് കൂടി ഉത്തരവാദിത്തം വഹിക്കണം. ഈ കുടുംബത്തെ അവർ ചേർത്ത് പിടിച്ചില്ല എങ്കിൽ ഈ നാട് മുഴുവനും അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിഴവിന് സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ ധനസഹായം നൽകുകയും വേണം. മരിച്ച കായംകുളം സ്വദേശി മജീദിന്റെ വീട്ടിലെത്തിയതായിരുന്നു അരിത ബാബു. CDNet ന്യൂസ്, കായംകുളം.